അതെ, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കി നോക്കിയാലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഗോൾഡൻ കളർ ആയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. ഞാൻ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചതാണ്. ഇതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ചൂടാറാകാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം ഞാനിവിടെ നേരത്തെ 2 പൊട്ടാറ്റോ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊട്ടാറ്റയും മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായി വരണം. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ റൗണ്ട് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിൽ നിന്നും ഓരോന്നായി എടുത്ത് അടിച്ചു വെച്ചിട്ടുള്ള എഗ്ഗിൽ മുക്കിയെടുത്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലവണ്ണം ഡിപ്പ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് 2 ഭാഗം നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വെറൈറ്റി വീഡിയോസുമായി വരുന്നവരെ വീണ്ടും കാണാം. ദിസ് ഈസ് ഹബീബ് ഫുഡ് ആൻഡ് ട്രാവൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.